പലതരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ പ്രാർത്ഥന ഒന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ ചെല്ലുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കാം, ശാന്തമായിട്ടിരിക്കാം. ഒരു കുഞ്ഞു മഴയൊക്കെ ഈശോ തന്നു, നന്ദി പറയാം. നമ്മുടെ കാലാവസ്ഥയൊക്കെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കൺവെൻഷൻ ദിവസങ്ങളൊക്കെ അനുഗ്രഹത്തിൻ്റെ മഴ മാത്രം പെയ്യട്ടെ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വചനം കേൾക്കാനുള്ളൊരു വലിയ കൃപ നമുക്ക് ചേരുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 71-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വരാമോ? നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നതിനെക്കുറിച്ചും ഈശോ നമ്മുടെ പ്രത്യാശ ആകുന്നതിനെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ സെഷനിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി ധ്യാനിക്കുകയായിരുന്നു. 71-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം, നമ്മൾ 5-ാമത്തെ വാക്യമാണ് മുമ്പേ വായിച്ചത്. കർത്താവാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ കർത്താവിൻ്റെ ആശ്രയമായിരിക്കും എന്നുള്ള വചനഭാഗം നമ്മൾ വായിച്ചിരുന്നു. വായിച്ചായിരുന്നോ? ഇല്ലേ? ഇല്ല, ഞാൻ മറന്നുപോയതാണ്. ഞാനത് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ വന്നതാണ്, പക്ഷെ മറന്നുപോയി. 71-ാം സങ്കീർത്തനം എടുത്തു, അത് പറഞ്ഞു തുടങ്ങണമെന്നാണ് വിചാരിച്ചത്. ഈശോ ആഗ്രഹിക്കുന്ന രീതി മാത്രം പോട്ടെ. 71-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം എടുത്തേ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. അതിൻ്റെ ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് വായിക്കാൻ ഒരു ബുദ്ധിമുട്ട്. വൃദ്ധൻ്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് പ്രായമായതിൻ്റെ അല്ല, ഏത് സമയത്തും നമ്മൾ വൃദ്ധരായിരിക്കുന്നു, മരണം കാത്തിരിക്കുന്നവരാണ് എന്ന് വെച്ചാൽ നിരാശയോടെ അല്ല, എപ്പോഴും മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി നിൽക്കുന്നവരാണ് നമ്മൾ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ വൃദ്ധരാണ്. വൃദ്ധൻ്റെ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഏതൊരു അവസാന നിമിഷവും പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യം, കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ഒന്നേറ്റ് പറഞ്ഞേ, കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ഉച്ച കഴിഞ്ഞ നേരമാണ്, പ്രത്യാശ കുറച്ചുകൂടെ ഉണരേണ്ട സമയമാണ്. ഉണർന്നിരിക്കുക, ഇല്ലെങ്കിൽ ആശയ്ക്ക് പകരം ഷോ എന്ന് പറഞ്ഞിരിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പലതരം തുറന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞേ, കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഉള്ളത് ഈ ഒരു വചനം വളരെ വലിയൊരു സത്യമാണ്. നമുക്കറിയാം, ചെറുപ്പം മുതൽ ഏതൊരു കാലത്ത് ഈശോയെ അനുഭവിച്ചറിഞ്ഞു, ഒരുപക്ഷെ ഒരു വേദപാഠ ക്ലാസ്സിലോ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലോ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് പറഞ്ഞു തന്നോ എങ്ങനെയെങ്കിലും ആവട്ടെ, ഈശോയെ നമ്മൾ അറിഞ്ഞ ആ കാലം മുതൽ ഈശോ മാത്രമാണ് നമ്മുടെ പ്രത്യാശ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? പൗലോസ്ലീഹ പറഞ്ഞത് നമ്മുടെ പ്രത്യാശയായ ഈശോ. എപ്പം മുതൽ? ചെറുപ്പം മുതൽ. എപ്പം വരെ? അവസാനം വരെ. 71-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, 71:14, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അവസാന സമയം വരെ ഞാൻ പ്രത്യാശയുള്ളവനായിരിക്കും, ഈശോയിൽ ആശ്രയിച്ച് തന്നെ നിൽക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. ഈ പ്രത്യാശയ്ക്ക് മറ്റൊരു ആംഗിൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സെഷനിൽ നമ്മളിങ്ങനെ ഒരു തുടങ്ങി തരികയായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഇരുട്ട് സാഹചര്യങ്ങളിലൊക്കെ, പ്രതിസന്ധികളിലൊക്കെ കർത്താവിലുള്ള പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ, അതിജീവിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. നിങ്ങൾ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം എടുക്കുക. 1 കൊറിന്തോസ് അതിൻ്റെ 15-ാമത്തെ അധ്യായം, 1 Corinthians chapter 15, 15-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. പൗലോസ്ലീഹ നമുക്കൊരു വാണിംഗ് പോലെ, ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരികയാണ്. പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ വേറെ ഇടേണ്ടത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല, ഇതിൻ്റെ അപ്പുറത്തെ ഒരു തലം, ഒരു ഹയർ ലെവൽ ഓഫ് ഹോപ്പ്, അതിനെക്കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞു തരികയാണ്. 1 Corinthians 15-19 ഒരുമിച്ച് വായിക്കാം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് വായിക്കാമോ? ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ പ്രത്യാശയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രത്യാശ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു സെഷൻ അവസാനിപ്പിച്ച് ഈ ധ്യാനം കഴിഞ്ഞു പോയാൽ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലോട്ടൊരു ചിന്ത വരും, എൻ്റെ കടം മാറാൻ, എൻ്റെ രോഗം മാറാൻ, എൻ്റെ വേദന മാറാൻ, എൻ്റെ പിള്ളേരുടെ പരീക്ഷ ജയിക്കാൻ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നം മാറാൻ വേണ്ടി എനിക്ക് പ്രത്യാശ അർപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈശോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ലെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു മുൻവിധി വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. പൗലോസ്ലീഹ പറയാണ്, ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ നിങ്ങൾ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യരാരാന്നറിയോ? ഏറ്റവും ഭാഗ്യമില്ലാത്തവർ, എടുത്തിട്ട് ലോട്ടറി അടിക്കാത്തവർ ആണോ? അല്ല, ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യരാണ് ആരാണ്?
ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യര്, നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2024 അവസാനത്തെ ദിവസങ്ങളിലാണ്. ഇത്രയധികം വർഷങ്ങളായിട്ട് 2025 മഹാജൂബിലിയിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. ഇത്രയധികം വർഷങ്ങളായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് ഇത്രയും സുവിശേഷം ലോകം മുഴുവൻ എത്തിയിട്ട്, പ്രത്യേകിച്ച് കേരള സഭയിൽ, കേരളം എന്നുള്ള ഈ ഒരു സംസ്ഥാനത്ത് ഒരുപാട് വചനങ്ങൾ, 100-140 ധ്യാനകേന്ദ്രങ്ങളുള്ള ഈ നാട്ടിൽ ഒരുപാട് വചനപ്രഘോഷകർ, ഒരുപാട് വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷകരൊക്കെ തീവ്രമായിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഈ ഒരു നാട്ടിൽ, മറ്റു ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഒന്നും പോകണ്ട, ഇത്രയധികം വചനസന്ധികൾ തുറന്നു കിടക്കുന്ന, വചന കൂടാരങ്ങൾ തുറന്നു കിടക്കുന്ന ഒരു നാട്ടിൽ ഇത്ര വർഷങ്ങൾക്കധികമായി കരിസ്മാറ്റിക് പ്രസ്ഥാനം അത്ര ചൂടുപിടിച്ച ഒരു ദേശത്തിനടുത്ത് നമ്മൾ നിൽക്കുക. ആ പ്രദേശത്ത് നിന്ന് ഒരു തീ പോലെ ഇത് ദേശം മുഴുവൻ പടർന്നു പന്തലിച്ചിട്ടും ഇത്രയധികം വൈദികരെ, ധ്യാനഗുരുക്കന്മാരെ, പ്രബോധകരെ, പ്രവാചകരെ, പ്രേക്ഷിതരെ ഈശോ ഉണർത്തിയിട്ടും ഇപ്പോഴും ഈശോയെ കേട്ടിട്ട് പോലും അവനെ വിശ്വസിക്കാനോ ഏറ്റുപറയാനോ തയ്യാറാവാത്തവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഇത് ഇത്രയും പറഞ്ഞു. നിങ്ങൾക്കൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി കേൾക്കാൻ അനുവാദമോ അവസരമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക്, നിങ്ങളുടെ TV സ്ക്രീനിലേക്കൊക്കെ ഈശോയുടെ വചനം, ഈശോ ഏകരക്ഷകൻ എന്നുള്ള ഈ സദ്വാർത്ത ലോകം മുഴുവനിലേക്കും എത്തിക്കഴിഞ്ഞു, എത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാടിനെ മാത്രം എടുത്താൽ ഇത്രയധികം വചനം കേൾക്കാനുള്ള സൗകര്യങ്ങളുള്ള നമ്മുടെ ഇടത്ത് ഈ മാമോദീസ മുങ്ങിയവർ പോലും, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നവർ പോലും കേട്ടു, അറിഞ്ഞു, പക്ഷെ വിശ്വസിക്കാതെ, അത് ഏറ്റുപറയാതെ നടക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഈ നാട്ടിലെ, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ടവർ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഒരു രക്ഷകൻ ഇറങ്ങി വന്നു, അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവനെതിരെ മറുതലിക്കുന്നു, ആ ദൈവം ഇല്ലെന്ന് പറയുന്നു, ആ ദൈവം ഒരു കഥയാണെന്ന് പറയുന്നു, കെട്ടുകഥകളാണെന്ന് പറയുന്നു, ഇതേതോ പള്ളി നിരങ്ങികളുടെ പ്രാർത്ഥനക്കാരുടെ സംഭവമാണ്, ഈശോ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എന്തോ ഒരു സാധനമാണെന്നൊക്കെ പറഞ്ഞ് ഈശോയെ തള്ളിപ്പറയുന്നവർ, കേട്ടിട്ടും തള്ളിപ്പറയുന്നവരാണ് ഏറ്റവും നിർഭാഗ്യവാന്മാർ. പക്ഷെ വചനം മറ്റൊരു കാര്യം പറയാണ്, അത് ഈ ഭൂമിയിലുള്ള നിർഭാഗ്യവാന്മാരാണ്, ഈ ചുറ്റുമുള്ളവരാണ്. എന്നാൽ നിങ്ങൾ അവരെക്കാട്ടും ഭാഗ്യം കേട്ടവരാകും. എപ്പോ? ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചാൽ നിങ്ങളെക്കാട്ടും ഭേദം ഈശോയെ വിശ്വസിക്കാത്തവരാണ്. കിട്ടുന്നുണ്ടോ? ഈ അപഖ്യാതി നമ്മളെല്ലാവരും കേൾക്കണം. ഈ അപഖ്യാതി കൺവെൻഷൻ പന്തലുള്ള സകല എണ്ണത്തിൻ്റെയും ഉള്ളിലോട്ട് കയറണം. ഈ അപഖ്യാതി ഇങ്ങനെയുള്ള സുവിശേഷം പ്രഘോഷിച്ചിട്ടുള്ളവരും കേൾക്കണം. ഈ ലോകത്തിന് വേണ്ടി അത് മാറാൻ, ഇത് മാറാൻ 10 ദിവസം, 20 ദിവസം, 30 ദിവസം മാത്രമായിട്ട് പ്രാർത്ഥിച്ചൊതുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ആ സുവിശേഷം കേട്ടെങ്കിൽ, ആ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ആ സുവിശേഷം പ്രഘോഷിച്ചതെങ്കിൽ ദുരിതം, നിർഭാഗ്യം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജനം ഇങ്ങനെ ഒരു കാലത്തിലേക്ക് വരുന്നു, തങ്ങൾക്ക് കേൾവിക്ക് ഇമ്പമുള്ളത് പറയുന്നത് കേൾക്കാൻ അത് ഇഷ്ടമുള്ള സദസ്സുകൾ തിരഞ്ഞെടുക്കുന്നു, അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു ചേർക്കുന്നു. ഹാ കഷ്ടം. മറ്റൊരു ഭാഷയിൽ പൗലോസിലെ പറയാണ്, ഈ ലോകത്തിന് വേണ്ടി മാത്രം, നിങ്ങളുടെ കടം മാറാൻ, രോഗം മാറാൻ, വേദന മാറാൻ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ, വിസ കിട്ടാൻ, ഇന്റർവ്യൂ നടക്കാൻ, കല്യാണം നടക്കാൻ, കൊച്ചുണ്ടാകാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഒരു ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ അതിലും ഭേദം പുറത്ത് ഈശോയെ തള്ളിപ്പറയുന്നവരാണെന്ന് പൗലോസ്ലീഹ തന്റെ സ്വതസിദ്ധമായ കഠിനമായ ശൈലിയിലൂടെ പറയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞ ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെയാണോ? ഒറ്റയ്ക്ക് ഹൃദയത്തോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എൻ്റെ കർത്താവിനെ ഞാൻ കൂട്ടുപിടിച്ചത്, ഞാൻ ഈ പള്ളി വരുന്നത്, ഞാൻ ഈ ആരാധിക്കുന്നത് എൻ്റെ കുറച്ച് കാര്യങ്ങൾ സാധിച്ചു കിട്ടാനും, ആ സാധിച്ചു കിട്ടിയതിന് ശേഷം ഈശോയെ വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു നിർഭാഗ്യ ജന്മങ്ങളായി പോയോ നമ്മുടേതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യം പറയാൻ ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങളുടെ ബന്ധുക്കൾ അവിടെയൊക്കെ കാണും. ഞാൻ നിങ്ങൾ കണ്ടുപിടിക്കില്ല, ഞാൻ ഒരു 10-12 രാജ്യങ്ങളിൽ പോയി ധ്യാനിപ്പിച്ചുകൊണ്ട് അതിനകത്ത് ഒരു രാജ്യത്ത് ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പറയാം. ഒരു വ്യക്തിയെ വെച്ചാൽ ഒരു 2-3 കൂട്ടുകാരും എല്ലാം കൂടി, എനിക്ക് ഇവരെ നന്നായിട്ട് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഞങ്ങളുടെ അടുത്ത് ധ്യാനം കൂടിയെന്ന് വെച്ചാൽ ചെറിയ ധ്യാനമൊന്നും അല്ല, തപസ് ധ്യാനം കൂടിയതാണ്. ഞാൻ ഇവിടെ അച്ഛനോട് ഇങ്ങനെ ചോദിക്കായിരുന്നു, ഇവിടെ 2 ദിവസത്തെ തപസ് ധ്യാനമുണ്ട് എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഉപവസിച്ചുള്ള ധ്യാനം. ഞങ്ങളുടെ അവിടെ 3 ദിവസത്തെയാണ്. 3 ദിവസം ഉപവാസം, നോ ഫുഡ്, ഒള്ളി വെള്ളം. നല്ല രസമാണ്. എന്നുവെച്ചാൽ ഇച്ചിരി കഷ്ടപ്പാടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ് ആ ധ്യാനം പൂർത്തിയാക്കാൻ. പക്ഷെ വലിയൊരു അഭിഷേകമാണ്. ഈ പിള്ളേരെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവർ 2-3 തവണ ഈ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ചെറുപ്പക്കാരാണ്, 2-3 ധ്യാനം. എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ചെറുപ്പക്കാർ ഈ തപസ് ധ്യാനത്തിന് വരുന്നു, ഭക്ഷണം ഇല്ലാത്ത ധ്യാനത്തിന് വരുന്നു. കാരണം 5 ദിവസത്തെ ധ്യാനത്തിന് 4 നേരം വെച്ച് ഫുഡ് കൊടുത്താലും ധ്യാനത്തിന് വരാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഭക്ഷണം ഒരു നേരം, അതായത് ധ്യാനം തീരുന്ന അവസാനത്തെ ദിവസം, അവസാനത്തെ മണിക്കൂറിൽ മാത്രമേ നിറച്ചക്കഞ്ഞി കൊടുക്കുന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ അവിടെ ധ്യാനം തുടങ്ങുകയാണ്. എനിക്ക് നിങ്ങളുടെ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ജോയിൻ ചെയ്യണം, നാളെ രാവിലെ ജോയിൻ ചെയ്യണം.
അപ്പോൾ വരുന്ന 3 ദിവസം, നാളെ വെള്ളിയാഴ്ച ഇങ്ങനെ തീ പറക്കും എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് വന്നിട്ടല്ല, വയറ്റിൽ ഭയങ്കര വിശപ്പായിരിക്കും. മറ്റന്നാൾ മുതൽ കുമ്പസാരമൊക്കെ കഴിയുമ്പോഴത്തേനും പരിശുദ്ധാത്മാവ് ഇറങ്ങി ഓടി നടക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, അത്ഭുതം തോന്നിയിട്ടുണ്ട്. 2ാം തവണ വരുന്നു, 3ാം തവണ വരുന്നു. പ്രാർത്ഥിക്കുന്ന എന്താണ് നിയോഗങ്ങൾ. ഞാൻ ഇച്ചിരി വളരെ പ്രൈവസി ഉള്ളതുകൊണ്ടാണ്, ആ കുഞ്ഞുങ്ങളോട് കുഞ്ഞ് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ സാഹചര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു പ്രത്യേക രാജ്യത്തേക്ക് പോകാൻ, അവിടെ പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. അവരുടെ ജീവിതാവശ്യമാണ്, അവരുടെ കുടുംബം ഒന്ന് പൊക്കിയെടുക്കണം, എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് ഈശോയെ വന്ന് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഈ തപസ് ധ്യാനം 3 എണ്ണം വന്നുകൂടി, ഈ കഷ്ടപ്പെട്ട് വന്നുകൂടി. പല സ്ഥലങ്ങളിൽ പോയി, പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയി, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ പോയി, അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഈ തപസ് ധ്യാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവിടെ വന്നു പ്രാർത്ഥിച്ചു. ഈ 3ാം തവണ രക്ഷപ്പെട്ട് കയറിപ്പോയി. ഇയാളും കൂട്ടുകാരും എല്ലാം കൂടെ കയറിപ്പോയി. വലിയൊരു അത്ഭുതം പോലെ അവർ സാക്ഷിയൊക്കെ പറഞ്ഞു. ധ്യാനം കൂടി പിന്നെ ധ്യാനം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പ് ധ്യാനേന്ദ്രത്തിൽ വന്ന് ഒരു ഏകദിനത്തിന് വന്നിട്ട് ഇങ്ങനെ സാക്ഷിയൊക്കെ പറഞ്ഞു. ഞാൻ അവരുടെ ഭാഗ്യമാണോ എൻ്റെ നിർഭാഗ്യമാണോ എന്ന് അറിഞ്ഞുകൂടാ, ഇവർ വർക്ക് ചെയ്യുന്ന ആ രാജ്യത്ത് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ മുമ്പ് പോകാൻ ഇടയായി. അപ്പോൾ ഇവർ ധ്യാനത്തിന് വന്നില്ല. ഏത് ഞാൻ ഈ പോയ സ്ഥലത്തെ, ഫോർ എക്സാമ്പിൾ ഉസ്ബെക്കിസ്ഥാനിലാണ് ധ്യാനം എന്ന് വിചാരിക്കുക, ഇരിക്കട്ടെ. അവിടെ ഈ ധ്യാനം നടക്കുന്ന സമയത്ത് ഈ പിള്ളേർ വന്നില്ല, വരേണ്ട കാര്യമില്ല. പക്ഷെ അവർ എന്നോടുള്ള സ്നേഹം കൊണ്ട് പണ്ട് ധ്യാനം കൂടിയതല്ലേ, ധ്യാനിപ്പിച്ചല്ലേ എന്ന് വെച്ച് എന്നെ കാണാൻ വേണ്ടി വന്നു 3ാം ദിവസം. അപ്പോൾ ധ്യാനം കൂടെ വന്നു. അച്ഛാ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പതിവ് പോലെ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ലായിരുന്നു, കാരണം എനിക്ക് നല്ല മറവിയാണ്. ആൾക്കാരെ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഞാൻ മറന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷെ അവർ പിന്നെ പറഞ്ഞു തപസ് കൂടിയതാണ് അച്ഛാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്നേഹമായി, പരിചയമാണല്ലോ, തപസ് കൂടിയതാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, ചുമ്മാ ഒരു കുശലം പോലെ ഞാൻ ചോദിച്ചു, നിങ്ങളെന്നാ ധ്യാനത്തിന് വരാൻ ഞാൻ ഞങ്ങൾക്ക് ആ ധ്യാനം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ ധ്യാനം വെച്ചത് ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളാണ്. കാരണം പല സ്ഥലങ്ങളിൽ ഒരുമിച്ചുള്ള ധ്യാനങ്ങളൊക്കെ ആയതുകൊണ്ട് ഡേറ്റൊക്കെ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു വിശ്രമം ഇല്ലാത്ത തരത്തിലുള്ള ധ്യാനമായിരുന്നു. അപ്പോൾ ഇവരുള്ള സ്ഥലത്ത് ധ്യാനം നടക്കുന്ന ഒരു ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളാണ്. ഞാൻ അവരോട് ഈ തിങ്കളാഴ്ച വൈകിട്ടാണ് ഇവർ വന്ന് കാണുന്നത്. ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ ധ്യാനത്തിന് വരാൻ പാടില്ലാന്നോ, കുറച്ച് നേരമൊക്കെ അല്ലേ ഉള്ളൂ, വരാൻ പാടില്ലാന്നോ എന്ന് ചോദിച്ചു. ഓ അല്ലേ തിരക്കാന്നോ. ഞാൻ പറഞ്ഞടാ, ഈ പിന്നെ ഞായറാഴ്ച എന്നാ തിരക്ക്? അയ്യോ ഞായറാഴ്ച ഒന്നും പറയണ്ട അച്ഛാ, പിടിച്ച് നിൽക്കണ്ടേന്ന് ഞാൻ എന്നിട്ട് ചോദിച്ചു. എനിക്ക് അറിയത്തില്ല ഇങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഞാൻ അവിടെയുള്ള ചേട്ടന്മാരോടൊക്കെ ചോദിച്ചപ്പോഴാണ്, ഈ ഓർഗനൈസ് ചെയ്ത ചേട്ടന്മാരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്, ഈ ഓർഗനൈസ് ചെയ്ത ചേട്ടന്മാരും ഞായറാഴ്ച പള്ളി പോകാറില്ല, ഞായറാഴ്ച പോകില്ല. അതെന്നെ കാരണമെന്ന് അന്വേഷിച്ചത് ഭക്തി ഇല്ലാത്തതോ വിശ്വാസം ഇല്ലാത്തതോ അല്ല, ഞായറാഴ്ച വർക്ക് ചെയ്താൽ ഡബിൾ സാലറിയാണ്. നല്ലതല്ലേ? നിങ്ങൾക്ക് സന്തോഷമല്ലേ? ആ രാജ്യം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഞായറാഴ്ച വർക്ക് ചെയ്താൽ ഡബിൾ സാലറിയാണ്. ഓക്കെ, സന്തോഷം. നിങ്ങൾ ആ ഡബിൾ സാലറി, നിങ്ങൾ എത്രയും കഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ കടം മാറുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാട്ടിലൊരു വീട് പണിയണം, നിങ്ങളുടെ ഇളയതുങ്ങളെ കെട്ടിച്ചു വിടണം, വീട്ടിലെ കടമൊക്കെ മാറ്റണം, ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 24 മണിക്കൂറും കിടന്ന് പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇതിനൊരു ഉത്തരം ഉണ്ടാവുള്ളൂ. അച്ഛൻ ഇത് വല്ലതും അറിയണോ അല്ലേ? വെള്ള ഉടുപ്പ് ഇട്ട് മറ്റേ ഇങ്ങനെ ചുമ്മാ കണ്ടവൻ വേർത്ത, അതാണല്ലോ സ്ഥിരം ഡയലോഗ്. ഞാനൊന്നും തിന്നിട്ടില്ല കണ്ടവൻ വേർത്തൊന്നും. കണ്ടവൻ വേർത്തിട്ട് പളവള ഉള്ള ഉടുപ്പിട്ടുകൊണ്ട് ഇത് കണ്ടിട്ട് പളവളയായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ മേടിച്ചാ പളവളാത്തോണ്ട്? എന്നെ കഷ്ടപ്പാടാന്ന് പറയും. 28 ബട്ടൺസ് ഇടണം എനിക്ക്. സിജോച്ചനൊക്കെ 26 മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരെണ്ണം തെറ്റിയ ബാക്കിയെല്ലാം തെറ്റും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, ഫേസ്ബുക്കിലെ തൊഴിലാളികളാണ്. ഇപ്പം അങ്ങനെ ഒരു അച്ഛൻ ഇങ്ങനെ പ്രസംഗവേദിയിൽ ഇരുന്ന് പലതും പറയാം. അച്ഛന് കടമില്ല, അച്ഛന് മക്കളെ കെട്ടിച്ചു വിടാനില്ല, ധ്യാനഗുരുക്കന്മാർ, ധ്യാന പ്രീച്ചേഴ്സിന് പലതും പറയാം അല്ലേ? ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ, നിങ്ങളിങ്ങനെ പ്രസംഗിച്ചാൽ പോരെ. അപ്പം ഞായറാഴ്ച കൂടെ പണിയെടുത്ത് ഡബിൾ സാലറി കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. എൻ്റെ ചോദ്യം, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കും, ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ 7 ദിവസം പണിയെടുത്താൽ, നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി 1 മണിക്കൂർ പോലും മാറ്റിവെക്കാൻ നിങ്ങൾ പണിയെടുത്താലേ നിങ്ങളുടെ കടവും നിങ്ങളുടെ രോഗവും നിങ്ങളുടെ വേദന എല്ലാം മാറുള്ളൂ. സ്തുതിയായിരിക്കട്ടെ. പക്ഷെ എൻ്റെ ചോദ്യം, ഈ ജോലി കിട്ടാൻ, ഈ രാജ്യത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഈ കേരളത്തിലുള്ള 14 ജില്ലകളിലെ 144 ധ്യാനകേന്ദ്രങ്ങളിൽ പോകാൻ നിനക്ക് സമയമുണ്ടായി. പട്ടിണി കിടന്ന് ഈ 3 തപസ് ധ്യാനം കൂടാൻ സമയമുണ്ടായി. അറിയപ്പെടുന്ന എല്ലാ കൺവെൻഷൻ പന്തലുകളിലും പോകാൻ നിനക്ക് സമയമുണ്ടായി. ഞായറാഴ്ച കുർബാനയല്ല, എല്ലാ ദിവസത്തെയും വിശുദ്ധ കുർബാന കൂടാതെ 1 മണിക്കൂർ ഇരുന്ന് ആരാധിക്കാനും നിനക്ക് സമയമുണ്ടായി. ജപമാല കൈ വെക്കാതെ, ജപമാലയുടെ എങ്ങനെ എഴുതുന്നതെന്ന് അറിയത്തില്ലേലും ജപമാല കയ്യിൽ നിന്ന് താഴെ വെക്കാതെ ഇരുന്ന് 4 കൊന്തയൊക്കെ പൂർത്തിയാക്കി. പറ്റുന്നിടത്തോളം നൊവേന, ഇനി ആരെയെങ്കിലും സഭ പുതുതായിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ടോ, അവരുടെ നൊവേന അവൈലബിൾ ആണോ എന്നറിഞ്ഞില്ല. എല്ലാ ബുക്ക് സ്റ്റാളുകളും തപ്പി നടന്ന് സകല പുണ്യവന്മാരോട് നൊവേന ചൊല്ലി നിനക്ക് സമയം ഉണ്ടായിരുന്നു.
ആ പുണ്യവാന്മാരുടെ പ്രാർത്ഥനയിൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, ഈശോയുടെ അതിവലുതായ അനുഗ്രഹത്തിൽ, നീ നാളെ ഇതുവരെ അർപ്പിച്ച പരിശുദ്ധ ബലികളുടെ യോഗ്യതയാലും നീ കൂടിയ ധ്യാനങ്ങളുടെയും വിശ്വസിച്ച വചനത്തിന്റെ എല്ലാ അഭിഷേകത്തിൽ നിന്റെ കർത്താവ് നിന്നോട് സ്നേഹം തോന്നി നിന്നെ ജോലി തന്ന് നിന്നെ ആ രാജ്യത്തെത്തിച്ചു. ആ രാജ്യത്തെത്തിച്ചപ്പോൾ നീ പറയാണ്, നിനക്ക് ഞായറാഴ്ച പോലും കർത്താവിന്റെ കൂടെ ഇരിക്കാൻ സമയമില്ല. വിരോധാഭാസം പിടികിട്ടുന്നുണ്ടോ? വിരോധാഭാസം പിടികിട്ടുന്നുണ്ടോ? ഈ തെറ്റ് എന്റേതാണെങ്കിൽ മേയാക്കുൽപ്പ, എൻ്റെ വലിയ പിഴ. ഞാൻ അങ്ങനെ ഒരു പ്രഘോഷമാണ് നടത്തിയതെങ്കിൽ ഞാൻ ഈ പറയുന്നത് എന്നെ പോലുള്ള സകല എണ്ണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് പണി കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കടം മാറാൻ വേണ്ടി ഈ ധ്യാനം കൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുള്ള ഒരു സുവിശേഷമാണ്, നിങ്ങളുടെ കാതിന് ഇമ്പമുള്ള സുവിശേഷമാണ് എന്നെ പോലുള്ളവർ പ്രഖ്യാപിച്ചതെങ്കിൽ, പ്രഘോഷിച്ചതെങ്കിൽ, ഞങ്ങളുടെ വലിയ പിഴ അത് കേട്ടിരുന്നത് നിങ്ങളുടെ മഹാപിഴ. ഒരു കാലം കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ഞാനിത് അടച്ച് പറയുകയല്ല, സത്യസുവിശേഷം പ്രഘോഷിച്ച് അതിനുവേണ്ടി മരിക്കാൻ നടക്കുന്ന കുറെ മിഷണറിമാരെ തൊട്ടടുത്ത് അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഞാൻ, ഒരു വൈദികനാണ് ഞാൻ. ഒരു അണുവിടെ വിടാതെ, ഒരു കലർപ്പില്ലാതെ സുവിശേഷം പ്രഘോഷിക്കുന്ന വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷകരെ തീ പോലെ കത്തുന്ന പന്തങ്ങളെ കണ്ടിട്ടുണ്ടോ ഞാൻ? എൻ്റെ തൊട്ടടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്തവർ. പക്ഷെ അവിടെ ജനം ചില സമയത്ത് സുവിശേഷം പ്രഘോഷിക്കുകയല്ല, നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ തരുന്ന പന്തലുകളിൽ ആളില്ലാതാവുകയും, ഇത് പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമെന്ന് പറയുന്ന പന്തലുകളിലേക്ക് ആള് തിങ്ങിക്കേറുകയും ചെയ്തെങ്കിൽ അന്ന് എന്നെ പോലൊരു പ്രഘോഷകൻ തോന്നും, ഞാൻ എന്തിന് പിന്നെ ഈ കഷ്ടപ്പെട്ട് നിത്യജീവനെ കുറിച്ച് പ്രഘോഷിക്കുന്നു? ഇവരുടെ കടം മാറാനുള്ള പരിപാടി പറഞ്ഞു കൊടുത്താൽ പോരെ? ആ പിഴ ഞാൻ അടിച്ചെങ്കിൽ 3 തവണ ആ പിഴ എൻ്റെ ജനം അടിക്കേണ്ടി വരും. കാരണം ഞാൻ അങ്ങനെ പ്രഘോഷിച്ചെങ്കിൽ, ഞാൻ ഈശോയെ തള്ളിപ്പറഞ്ഞ്, ഈശോ തരുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞ് ഈശോയെ പറയാതിരുന്നാൽ അത് എൻ്റെ മാത്രം പിഴയല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് ഇത് മാത്രം മതി എന്ന് പറയാൻ, പ്രഖ്യാപിക്കാൻ കൊതി വീണ്ടു നിന്ന ഒരു ജനത്തിൻ്റെയും കൂടെ പിഴയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്കറിയത്തില്ല ഇതിങ്ങനെ ഒരു പന്തൽ കെട്ടി ഇനി എത്ര നാൾ ഈ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുമെന്ന്, നിങ്ങൾ എത്ര കാലം ഇത് കേൾക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അന്ത്യകാലത്തെക്കുറിച്ചോ അവസാന ദിവസത്തെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. അത് ഈശോ വരും, ഈശോ വന്നെല്ലാം പുതുതാക്കി തീർക്കും. ദർ ഇസ് നോ ഡൗട്ട്. അത് ഇന്ന് സംഭവിക്കാം, നാളെ സംഭവിക്കാം. ഈ ഈശോ വിധിക്ക് വേണ്ടി വരാം, ചിലപ്പോൾ ഇന്ന് ഈ കൺവെൻഷൻ പന്തലിൽ വരാം. ആർ യു റെഡി? ഇപ്പം റെഡിയായിട്ട് നിൽക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു കാലത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ കൺവെൻഷൻ ആയിരിക്കാം, അവസാനത്തെ ധ്യാനമായിരിക്കാം, ഇതെൻ്റെ അവസാനത്തെ സുവിശേഷ പ്രഘോഷണമായിരിക്കാം. അങ്ങനെയെങ്കിൽ അവസാനത്തെ സുവിശേഷം, അവസാനത്തെ കൺവെൻഷൻ നിങ്ങൾ കൂടേണ്ടത് ഈ ലോകത്തിന് വേണ്ടി പ്രത്യാശ അർപ്പിക്കാനല്ല, പിന്നെയോ നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളിലേക്ക് വളർന്ന് പടർന്ന് പന്തലിക്കണം. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെങ്കിൽ ആ സുഹൃത്തിന് സംഭവിച്ചതുപോലെ ജോലി കിട്ടുന്നത് വരെ ഈശോ, ജോലി കിട്ടിക്കഴിയുമ്പോൾ നോ ഈശോ. കിട്ടുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ട്. ഒരു പക്ഷേ നമുക്ക് ആർക്കെങ്കിലും ഈ നാട്ടിൽ നിൽക്കുമ്പോൾ, ഇതൊരു പുറത്തൊരു രാജ്യത്ത് സംഭവിച്ചാണ്, ഇത് നമുക്ക് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഒന്നുകിൽ ഈശോ തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈശോയുടെ പുറകെ നടന്നില്ലെങ്കിൽ, ജീവൻ പോലും പണയപ്പെടുത്തി ഈശോ ഒന്നും തന്നില്ലേലും എനിക്കെൻ്റെ ഈശോയെ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേർ, അങ്ങനെ കുറച്ച് പേർ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പന്തലൊക്കെ നിറഞ്ഞിരിക്കുന്നത്. കിട്ടുന്നുണ്ടോ? ഇപ്പോഴും നിങ്ങളുടെ കുടുംബം വീഴാതെ നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്നതുകൊണ്ടാണ്. എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് പോലും ഈ ലോകത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് ആഗ്രഹിച്ച ഒരു അമ്മയോ അപ്പനോ മക്കളിൽ ഒരാളോ മുട്ടുകുത്തി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബം ഇപ്പം നേരെ നിൽക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ നിർഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കട്ടെ. ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യരാണ്. സങ്കടമായോ? സങ്കടം വരണം. ഇങ്ങനത്തെ കാര്യങ്ങളിൽ സങ്കടം വരണം. എവിടെയൊക്കെയോ നമുക്ക് പറ്റിപ്പോയ അപജയങ്ങളാണ്, എവിടെയൊക്കെയോ നമുക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളാണ്. സത്യമായിട്ടും ഈശോയെ, ഈ ലോകത്തിൽ ഞാൻ പ്രാർത്ഥിച്ച ഒറ്റ കാര്യം പോലും എനിക്ക് കിട്ടിയില്ലേലും എനിക്ക് അങ്ങയെ നഷ്ടപ്പെട്ടു പോകരുത്, എനിക്ക് അങ്ങ് വാഗ്ദാനം ചെയ്ത നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകരുതെന്ന് പറയാൻ ധൈര്യമുണ്ടോ? വിശ്വാസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ധൈര്യമുണ്ടോ? വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പൗലോസ്ലീഹ ഈ 15-ാമത്തെ അധ്യായത്തിൽ തന്നെ ആ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അധ്യായത്തിലെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, 1 കൊരിന്തോസ് 15:1. പൗലോസ്ലീഹ തൻ്റെ ആ സുവിശേഷത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. 1 കൊരിന്തോസ് 15:1. സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. സഹോദരങ്ങളെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. ആ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയാണ്, 1, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷം,
2, നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന സുവിശേഷം. 3, നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യുന്ന സുവിശേഷം. നിങ്ങൾ സ്വീകരിച്ച സുവിശേഷം എന്ന് വെച്ചാൽ നമ്മൾ ഈ കേട്ടതെല്ലാം നമ്മൾ സ്വീകരിച്ചു, ശരിയാണോ? ഈ വചനം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. 2, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നതും ഈ സുവിശേഷമാണ്. 3 വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമായി നിൽക്കുന്നതും നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നതും ഈ സുവിശേഷമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാണ് പത്രോസ്ലീഹയൊക്കെ തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു പേടിയും കൂടാതെ ജനത്തെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, രക്ഷയ്ക്കായി മറ്റൊരു നാമമില്ല. ആരുടെ നാമമല്ലാതെ? ഈശോയുടെ നാമമല്ലാതെ. ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചിട്ട് ഈ പത്രോസ്ലീഹ ആ അത്ഭുതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവനെ സുഖപ്പെടുത്തിയത് ഞാനല്ല, ആ നാമമാണ്, ആ നാമത്തിലുള്ള വിശ്വാസമാണ്. ആരുടെ നാമത്തിലുള്ള വിശ്വാസം? ഈശോയിൽ, ഈശോയുടെ നാമത്തിലുള്ള വിശ്വാസം. രോഗസൗഖ്യം ആഗ്രഹിച്ച് വന്ന ഒരാൾ, കടബാധ്യത മാറാൻ വേണ്ടി വന്ന ഒരാൾ, മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി വന്ന ഒരാൾ, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരാൾ, നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം ഈശോ തരുന്നതാവരുത്, തരുന്ന ഈശോയാവണം. കിട്ടുന്നുണ്ടോ? ഈശോ തരുന്നതാവരുത്, ഇതെല്ലാം തരുന്നുണ്ടെങ്കിൽ ആ തരുന്ന ഈശോയാവണം നമ്മുടെ ലക്ഷ്യം. പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുക, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം വല്ലതും ഒക്കെ കിട്ടുവാനിരിക്കും. ആണോ? ചിലതൊക്കെ കിട്ടുവാനിരിക്കും. ആണോ? അല്ല. എന്ത്? ഒരു ഉറപ്പ് വാഗ്ദാനം തരികയാണ് വചനം. എല്ലാം ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വലതുവർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ച കഴിഞ്ഞ നേരമാണ്. നന്നായിട്ടൊന്ന് കരങ്ങളൊന്ന് വീശി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ടൊന്ന് കുടഞ്ഞേ, നന്നായിട്ടൊന്ന് കുടഞ്ഞേ. കൊടൈ മഴ പെയ്താലോ? അച്ഛനോട് ഇങ്ങനെ പോകുന്നൊക്കെ പറയുന്നുണ്ട്, പോവില്ല. കൊടയും, നന്നായിട്ട് കൊടയും. ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പൗലോസ്ലീഹ ആ സുവിശേഷത്തെ കുറിച്ച് പറയാം. ആ വചനം ഒന്നുകൂടെ കേട്ടെ. സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങൾക്ക് അടിസ്ഥാനമായി നിലകൊണ്ടതും കൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് പ്രഘോഷിച്ചെന്ന് ഓർപ്പിപ്പിക്കാം. ആ വചനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, അതനുസരിച്ച്, 2-ാം വാക്യം, അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കുറേ തവണ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ആ വിശ്വാസം താഴെ പോവാതിരിക്കാൻ, ആ വിശ്വാസം തകർന്നു പോകാതിരിക്കാൻ സത്യമായ സുവിശേഷം, യഥാർത്ഥമായ സുവിശേഷം നമ്മുടെ ഉള്ളിലേട്ട് നിറയേണ്ടതുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ആ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നു, എനിക്ക് ലഭിച്ചത് സർവ്വപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു, വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ. തുടർന്ന് ഒരുമിച്ച് വായിക്കണം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പൗലോസ്ലീഹ പറയുന്ന സുവിശേഷം ഇതാണ്. എന്താണ് സുവിശേഷം? നമ്മൾ കേൾക്കേണ്ടതും നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മളെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നതും, ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രത്യാശ അർപ്പിക്കാതെ നിത്യജീവനിലേക്കുള്ളൊരു പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്ന ഏക സത്യ സുവിശേഷം ഇതാണ്. ഈശോ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോഴും എൻ്റെ കൂടെ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് എത്താൻ, വിശുദ്ധിയിലേക്ക് എത്താൻ, ഒരു പാപം പോലും ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഈ ഒരൊറ്റ സുവിശേഷം മനസ്സിലായാൽ മതി. ഈശോ ഇവിടെ എൻ്റെ അടുത്തുണ്ടെന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു. എൻ്റെ തോളയിൽ ഇങ്ങനെ കൈവച്ച് നിൽക്കുന്നു. അങ്ങനെ ഒരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, എനിക്കുണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെ പാപം ചെയ്യും? പിടികിട്ടുന്നുണ്ടോ? ശരിയല്ലേ? അങ്ങനെ ഒരാൾ, നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾ, നിങ്ങളെ ഒത്തിരി ആരാധിക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തെറ്റ് ചെയ്യാത്തവർക്കുള്ള സ്ഥലം എവിടെയാണ്? സ്വർഗം, നിത്യജീവൻ. ഇപ്പം നമ്മൾ കേൾക്കേണ്ട സുവിശേഷം അതാണ്. ഈശോ ജനിച്ചു എന്ന് മാത്രമല്ല, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോഴും ജീവിക്കുന്നു. നമുക്ക് അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നമുക്ക് രക്ഷാപ്രദാനം ചെയ്യുന്നതും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നതുമായ സുവിശേഷം ഇതാണ്. ഈശോ ഇപ്പോഴും ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ആ ബോധ്യം ഉള്ളപ്പോൾ, ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിൽ, നല്ല ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കണം, ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യത്തിൽ വിശ്വസിച്ചേ മതിയാവൂ. എന്ത്? മരിച്ചവരുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് വിശ്വാസ പ്രമാണത്തിൽ മാത്രമല്ല, ഈ ജീവിച്ചിരിക്കുന്ന നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും മരിച്ച് ഉയർത്തെഴുന്നേക്കും. ആര് ഉയർപ്പിക്കും? ഈശോ ഉയർപ്പിക്കും. ചോദ്യം ഇതാണ്, എവിടെയാണ് എൻ്റെ സ്ഥലം? നിത്യ നരാഗ്നിയോ, നിത്യരക്ഷയുടെ ഫലമായി എനിക്ക് ലഭിക്കുന്ന ആ ദിവ്യ തേജസ്സോ, ഇല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലമോ? ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങാനുള്ള കാലം അതിക്രമിച്ചു. കാരണം എന്താണ്?
ലോകാവസാനം വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങളുടെ അവസാനം ഏകദേശം ആയി. എൻ്റെയും അല്ല, നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ വിധി കൽപ്പിക്കാൻ വേണ്ടി ഈശോ വന്നാൽ, ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ആത്മീയ ഗുരുവിനെ കാണാൻ പോയ സമയത്ത് അച്ഛൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ജിൻസച്ചാ നീ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു. ആത്മീയ ഗുരു ഇങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് തോന്നുന്നുണ്ട്. എപ്പം മരിക്കൂടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെനിക്ക് അറിഞ്ഞൂടാന്ന്. നീ റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ റെഡിയാണ്. നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയാൽ എൻ്റെ പുസ്തകങ്ങളൊക്കെ ആരെങ്കിലും എടുത്തോണ്ട് പോകുമെന്ന് എനിക്കൊരു സങ്കടമുണ്ട്. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾ വേറെ എന്തൊക്കെയെങ്കിലും ആലോചിക്കില്ലേ, നിങ്ങളുടെ പേടി പറ അല്ലേ. ഞാൻ എൻ്റെ പുസ്തകമൊക്കെ ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ അച്ഛാ എന്ന് വിചാരിച്ചു. അച്ഛനൊന്ന് ചിരിച്ചു, കളിയാക്കി ചിരിച്ചു. അച്ഛൻ പറഞ്ഞു, എടാ നീ ഇന്ന് മരിച്ചാ നീ സ്വർഗത്തിൽ പോകുന്ന നിനക്ക് ഉറപ്പുണ്ടോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇല്ല. അയ്യേ, ഇങ്ങനത്തെ അച്ഛനെയാണ് കൺവെൻഷൻ വിളിച്ചത് അല്ലേ. അയ്യേന്ന് നിങ്ങളെ വെക്ക്, ഇങ്ങനെയുള്ള നിങ്ങളാണ് കൺവെൻഷൻ വന്നത്. ഞാൻ പറഞ്ഞു വളരെ സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം എന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ. എന്നിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി. അച്ഛനോട് ചോദിച്ചു, ജിൻസച്ചാ എന്നിട്ട് ഇന്നലെ രാത്രി നീ കിടന്നുറങ്ങിയോ എന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി നീ കിടന്നുറങ്ങിയോ? ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ കിടന്നുറങ്ങി. ടെൻഷൻ വല്ലതും ഉണ്ടായിരുന്നോ? ടെൻഷനൊന്നുമില്ല അച്ഛാ, ഞാൻ ഇന്ന് അച്ഛനെ കാണാൻ വരാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ അച്ഛനോട് ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല അച്ഛൻ. നിനക്ക് വല്ല സങ്കടം ഉണ്ടോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എന്നെ കണ്ടിട്ട് എന്ത് സങ്കടം. നിനക്ക് വല്ല പേടിയുണ്ടോ? ഒരു കുഴപ്പമില്ല, അച്ഛൻ കാര്യം പറയാൻ. അച്ഛൻ ചോദിച്ചേടാ, സാധാരണ മനുഷ്യർ ടെൻഷൻ വരുമ്പോൾ, പേടി വരുമ്പോൾ അവർക്ക് ഉറക്കം വരില്ല. നിനക്ക് ടെൻഷനില്ല, പേടിയില്ല, നീ എന്നെ ഉറങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഉറക്കം വന്നു. ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നില്ല, എനിക്ക് ക്ഷീണം വന്നു, ഉറങ്ങി. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ ഞാൻ നിന്നോട് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, നീ ഇന്ന് മരിച്ച് സ്വർഗത്തിൽ പോകുന്ന നിനക്ക് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഇല്ല, സത്യമായിട്ടും ഇല്ല. എന്നോട് പറഞ്ഞു, എന്നിട്ട് നീ എങ്ങനെ ഇന്നലെ ഉറങ്ങി? കാര്യം പിടികിട്ടുന്നുണ്ടോ? കാരണം നമ്മൾ അത്രയൊക്കെ ചിന്തിക്കുന്നുള്ളൂ ഈ കാര്യത്തെക്കുറിച്ച്. നിങ്ങൾ ഇന്ന് മരിച്ചാൽ, ഈ കൺവെൻഷൻ പന്തലിൽ മരിച്ചു വീണാൽ, ആംബുലൻസ് ഒക്കെ ഉണ്ടോ ഇവിടെ? ഇരുന്ന് ഉറങ്ങുന്നവരോടാണ് പ്രത്യേകം ചോദിക്കുന്നത്. അവരെ കുത്തി എഴുതിയപ്പോഴേക്ക് ഉറങ്ങുന്നില്ല. ഇന്ന് ഈ കൺവെൻഷൻ പന്തലിൽ മരിച്ചു വീണാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈർത്താവും. ഇവിടെ വന്നതിൻ്റെ പേര് നിങ്ങളെ ആരെയും കൊണ്ടുപോകല കേട്ടോ. ഒരു പാപി മാത്രമുണ്ട്. 2 ഇതിന് എത്ര കവാടങ്ങളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിലൂടെയൊക്കെ ഇറങ്ങി ഓട്. നമ്മളിപ്പോൾ ഇത് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ച് അതിൻ്റെ ആ സീരിയസ്നെസ്സിൽ ഒന്ന് എടുത്ത്, ഇപ്പം ഈ കൺവെൻഷൻ പന്തലിൽ മരിച്ചു വീണാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള ഒറ്റ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ദൈവമേ, 30ാമത്തെ കൺവെൻഷൻ, നാണക്കേട്. ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേട്ടാ, ചേച്ചി, എന്നിട്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റി ഇന്നലെ രാത്രി? കാരണം നമ്മൾ നിർഭാഗ്യവാന്മാരാണ്. നമ്മുടെ പ്രത്യാശ മുഴുവൻ, സത്യമായിട്ട് ഇത് സമ്മതിക്കൂ, നമ്മുടെ പ്രത്യാശ മുഴുവൻ ഈ ലോകത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സങ്കടം വരുന്നുണ്ടാവും. മഹത്വം ഇറങ്ങി വന്ന ഈശോയ്ക്ക് നാണത്തോടെ തിരിച്ചു പോകാൻ ഇപ്പം തോന്നുന്നുണ്ടാവും. പോവില്ല, ഞാനൊരു ഭംഗിയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈശോ ഇറങ്ങി ഇവിടുന്ന് പോവില്ല. കൂടെ നിന്ന് ബോധ്യങ്ങൾ തരും. ഈ ബോധ്യം, ഈ ആദ്യത്തെ കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിലോട്ട് നിറയേണ്ടത് ഇതാണ്. ഈ കൺവെൻഷൻ നിങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ എന്നൊരു നിയോഗം വെച്ചുകൊണ്ട് ഈ ധ്യാനം കൂട്. ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുക. അതോടൊപ്പം നീ എഴുതാത്തതും നീ എഴുതിയതുമായ സകല കാര്യങ്ങളും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രയോറിറ്റി സെറ്റ് ചെയ്തേക്കുക. കാരണം ഇന്ന് പകല് നീ മരിച്ചു പോയാൽ നീ പ്രാർത്ഥിച്ച നിയോഗം അപ്പോഴും അവിടെ നിൽക്കും. നിന്റെ ജോലി ഇതുവരെ കിട്ടാത്തത് അത് അങ്ങനെ തന്നെ നിൽക്കും. മക്കളുടെ കല്യാണം നടക്കാത്തത് അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. നാളെ എന്ത് സംഭവിക്കും അറിഞ്ഞൂടാ. പക്ഷേ നിന്റെ കാര്യം കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ ആത്മാവിന് എന്ത് സംഭവിക്കും? ഇത് നഷ്ടപ്പെട്ടു പോകുമോ? അതുകൊണ്ട് ഇന്ന് കേൾക്കേണ്ട സുവിശേഷം, എത്ര സുവിശേഷങ്ങൾ ലോകത്തിൽ മുഴങ്ങിക്കേട്ടാലും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി നമുക്ക് രക്ഷപ്രദാനം ചെയ്യുന്ന ആ സുവിശേഷം ഇതാണ്. ഒരാൾ ഉയർത്തെഴുന്നേറ്റു, നീയും മരിച്ചവരിൽ നിന്ന് അവൻ നിന്നെ ഉയർപ്പിക്കും. അങ്ങനെ ഉയർപ്പിക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്തിലേക്ക് പോകും? ഇന്ന് മരണപ്പെട്ടാൽ എങ്ങോട്ട് ചെല്ലും? പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വർഗത്തിൽ പോണോ? ഇവിടെയോ കഷ്ടപ്പാട്, അവിടെയും ചെല്ലാൻ പറ്റിയില്ലല്ലോ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണേ. എനിക്ക് ആകെ ഇത്ര അരമുക്കാൽ മണിക്കൂർ കൂടെ ഉള്ളൂ എൻ്റെ മുമ്പിൽ. പക്ഷെ ഇന്നിത് പറഞ്ഞിട്ട് പോയിട്ടില്ലെങ്കിൽ എനിക്ക് വൈകിട്ട് അത്താഴങ്ങൾ ദഹിക്കില്ല. അതുകൊണ്ടാണ്, ആത്മീയ അത്താഴങ്ങൾ ദഹിക്കില്ല. ആദ്യത്തെ സെഷൻ കേട്ടിരുന്നപ്പോൾ ഒരു നല്ല സുഖമൊക്കെ ഉണ്ടാകുന്നല്ലേ. ഇങ്ങനെ ചുമ്മാ ബോറടിപ്പിക്കുന്നല്ല. ഈശോ വന്ന് പറയേണ്ടത്, ഈശോ നമ്മളോട് ഓരോരുത്തർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോടും, ജിൻസച്ചൻ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രത്യാശ അർപ്പിച്ചേക്കുന്നതെങ്കിൽ ലോകത്തുള്ള മറ്റ് സുവിശേഷ പ്രഘോഷകരെക്കാൾ മറ്റെല്ലാ വൈദ്യരെക്കാൾ അച്ഛൻ നിർഭാഗ്യവാൻ എന്ന് ഈശോ എന്നെക്കുറിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. സുവിശേഷത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയാണ്, ഈ സുവിശേഷമാണ് നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ ആ സുവിശേഷം വിശ്വസിച്ചാൽ നിത്യജീവനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യങ്ങളിൽ അതൊരു നിയോഗമായി വെച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും. പാപങ്ങളിലേക്ക് നിങ്ങൾ വീണു പോവില്ല. അതിനോടൊപ്പം ഈ ലോകത്തിൽ ചില സഹനങ്ങളും സങ്കടങ്ങളും വന്നാൽ നിങ്ങളെ എടുത്ത് പൊക്കിക്കൊണ്ട് ഈശോ നടക്കും. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞ കാലയിൽ എടുത്തു വെച്ച് കൈപിടിച്ച് നടക്കുന്ന ഈശോ ആരെയെ കൊണ്ടേ നടക്കുന്നത് അറിയോ? സകലരെ അല്ല, ഈശോയുടെ മക്കളെയാണ് കൊണ്ടേ നടക്കുന്നത്. ഈ സ്വർഗം എന്ന തറവാടിന്റെ ഭാഗമാകാൻ, ആ സ്വർഗത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന കുടുംബത്തെ, മക്കളെയാണ് ഈശോ കയ്യിലെടുത്ത് കൊണ്ട് നടക്കുന്നത്. ആ മക്കളാവണം നമ്മൾ. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ മക്കളായാൽ പൗലോസ്ലീഹ റോമ 8 പറഞ്ഞു തരുന്നുണ്ട്, മക്കളെങ്കിൽ അവകാശികളാണ്. ഉറക്കെ പറ, മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. എന്ന് വെച്ചാൽ ഈശോയ്ക്ക് അവകാശപ്പെട്ടതെല്ലാം ഈശോ നിനക്ക് തരും. അത് ഈ ലോകത്തിന്റെ പ്രത്യാശയുടെ സുവിശേഷമല്ല, ഈശോയെ സ്വീകരിക്കാനുള്ള സുവിശേഷമാണ്. നിങ്ങൾ മക്കളാവുക, ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുക. മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ സ്ഥലം ഒന്ന് മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ സ്ഥലത്ത് ഈ രാജ്യത്ത് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറ, ഈ സ്ഥലം ആരുടേതാണ്? ശരിക്കും ഈ സ്ഥലം ആരുടേതാണ്? നിങ്ങളെ മേടിക്കാനിട്ടിരിക്കുന്ന സ്ഥലം ആരുടെയാണ്? അപ്പുറത്തെ ഔക്കർക്കാൻ്റെ ആണോ? അല്ല, ആരുടെയാണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ആർക്ക്? ഈശോയ്ക്ക്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലം, നിങ്ങൾ മേടിക്കാനിട്ടിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലം, അതിൻ്റെ മേലും അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. നിങ്ങൾ ആദ്യം ഈശോയെ പിടിക്കുക, നിങ്ങൾ മക്കളാവുമ്പോൾ അവകാശികളാവും. ദൈവത്തിൻ്റെ അവകാശികൾ, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. ആ സ്ഥലം ഈശോയ്ക്കുള്ളതാണെങ്കിൽ അതിൻ്റെ അവകാശം ആര് നിനക്ക് തരുന്നു? ഈശോ നിനക്ക് തരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന കയ്യപ്പിടി നന്നായിട്ടൊന്ന് കുലുക്കിക്കോ. ചെറുതായിട്ട് അഭിഷേകത്തിലേക്ക്, ഉറക്കത്തിന്റെ അഭിഷേകത്തിലേക്കൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് പിടിച്ച് കുലുക്കിയേ. പറഞ്ഞേ, നീ ദൈവത്തിന്റെ മകനാണ്. പറഞ്ഞേ, മകനെങ്കിൽ അവകാശിയാണ്. ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയും. ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ പറഞ്ഞ ഈ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇനി നമ്മുടെ മുമ്പിലുള്ള കുറച്ച് ആയുസ്, അത് എത്ര കാലം നീളുമെന്ന് നമുക്ക് അറിഞ്ഞൂടെ. പക്ഷെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിന് വേണ്ടി പൗലോസ്ലീഹയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ലേ? എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ അതെനിക്കൊരു നേട്ടം. കാരണം എനിക്ക് വേണ്ടി നിത്യജീവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഈശോയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ തന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ നേടാവുന്നതൊക്കെ ഞാൻ നേടി. ഫരിസേയനായിട്ടും, ഹെബ്രായ കുടുംബത്തിൽ ജനിച്ചവനായിട്ടും, ഒരു റോമൻ പൗരത്വമുള്ളവനായിട്ടും, ഗമാലിയന്റെ കീഴിൽ ശിക്ഷ അനുഭവിച്ചവനായിട്ടും, ഈ ലോകത്തിന്റെ എല്ലാ സൗകര്യങ്ങളിലും കടന്നു വന്ന ഞാൻ, അഭിമാനിക്കാവുന്ന ഇന്ന് ഞാൻ അഭിമാനിക്കുന്ന എല്ലാത്തിനെയും ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളയാണ്. അതിന്റെ കാരണം പൗലോസ്ലീഹ പറയാണ്, ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. ഈ ലോകത്തിലുള്ള സകലത്തെയും തള്ളിപ്പറയാൻ അയാൾ തയ്യാറാവുകയാണ്. സകലത്തെയും തള്ളിപ്പറയാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഭാര്യനെ ഉപേക്ഷിച്ചു, ഭർത്താവിനെ ഉപേക്ഷിച്ചു, കുടുംബമൊക്കെ അടച്ചുപൂട്ടി തീയിട്ടു. നോ, നിന്റെ പ്രയോറിറ്റി തിരിച്ചറിയുക. ഈശോയും ജീവിത പങ്കാളി അവിടെ ഉണ്ട്. ജീവിത പങ്കാളിയാണോ പ്രധാനപ്പെട്ടത്, അതോ ഈ ജീവിത പങ്കാളിയെ തന്ന ഈശോയാണോ പ്രധാനപ്പെട്ടത്? കിട്ടുന്നുണ്ടോ? ഡൈവോഴ്സ് ചെയ്യാൻ ഒരു കാരണമായി ആണോ? ഇതൊക്കെ അതിൻ്റെ രീതി മനസ്സിലാക്കിയേക്കണേ പൊന്നു മക്കളെ ഇനി മേലെ നോക്കുക, മാതാപിതാക്കളെ ഇനി അനുസരിക്കില്ല. കാരണം ഈശോയ്ക്ക് വേണ്ടിയല്ല ഉപേക്ഷിച്ചു. ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കുക. സെറ്റ് യുവർ പ്രയോറിറ്റീസ്. നിന്റെ ഈ ജീവൻ, നിന്റെ ആത്മാവിന് പ്രാധാന്യം കൊടുത്തോണ്ടിരിക്കുക. അതിൽ നിന്ന് നിന്നെ തടസ്സപ്പെടുത്തുന്ന എല്ലാം വെട്ടി ദൂരെ എറിയണം. ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ.
പൗലോസ്ലീഹ പറയാണ്, ഞാനിത് ചെയ്യുന്നത് ഞാൻ നേടിയെടുത്തത് എനിക്ക് അഭിമാനിക്കാവുന്ന സകലതും ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുന്നത് ഒറ്റ കാര്യത്തിലാണ്. എൻ്റെ ലക്ഷ്യം എനിക്ക് ക്ലിയറാണ്. എന്താണ് ലക്ഷ്യം? എനിക്ക് ഈശോയെ നേടണം, അവനോട് കൂടെ ഒന്നായിത്തീരണം. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിനോടുകൂടെ ഒന്നായി കാണപ്പെടുക. ഒന്നായി കാണപ്പെടുക എന്ന് വെച്ചാൽ എന്താ? ഒന്നായി കാണപ്പെടുക എന്ന് വെച്ചാൽ എന്താ? ഒന്നായി കാണപ്പെടുക എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ നിന്നെ കണ്ടാൽ ആരെ പോലെ ഇരിക്കണം? ഈശോയെ പോലെ ഇരിക്കണം. എത്രയായി? ഈശോയെ പോലെയൊക്കെയാണോ? ചുമ്മാ ഉറക്കം തൂക്കുന്നവരും തിരിഞ്ഞു നോക്കി അനങ്ങ്, പ്ലീസ് അനങ്ങ്. ഞാൻ അനങ്ങുന്നില്ലേ, നിങ്ങൾ അനങ്ങ്. ഇവിടെ അടുത്തിരിക്കുന്നവരെ കണ്ടിട്ട് ഈശോയെ പോലെ തോന്നുന്നുണ്ടോ? അതോ ഷോ എന്ന് പറയാൻ തോന്നുന്നുണ്ടോ? ഷോയാണ്. നിങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്, അവർക്കും അത് തന്നെ തോന്നും. ഇവിടെ സോറുകളെ, പൗലോസ്ലീഹയുടെ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ആരാധനയിലേക്കൊക്കെ ഉടനെ ഒന്ന് പ്രവേശിക്കാം. പൗലോസ്ലീഹ, ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിന്ന് ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ്ലീഹ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് ലേഖനങ്ങൾ ആവർത്തിച്ച് വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആത്മീയ അസുഖമാണ്. വല്ലാത്ത ഇഷ്ടമാണ് ഇത്, ഈ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ ആവർത്തിച്ച് വായിക്കുക എന്നുള്ളത്. ഇപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ അവിടുത്തെ ഈ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി കാരണമായ 1-2 കാര്യങ്ങളുണ്ട്. അത് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഞാൻ പലപ്പോഴും ഇങ്ങനെ വൈദികർക്ക് ക്ലാസ് എടുക്കുമ്പോഴും സന്യസ്തർക്കൊക്കെ ധ്യാനം കൊടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനൊന്ന് പരിശ്രമിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നാണ് ഇത്. സത്യമായിട്ട് ഞാനിത് പറയുന്നത് എന്നോട് തന്നെയാണെന്ന് എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു സുവിശേഷ പ്രഘോഷകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നന്നായിട്ട് പ്രസംഗിക്കാമെന്നോ കുറേ സ്ഥലങ്ങളിൽ പോയി വചനം പറയുക എന്നുള്ളതല്ല, ഈശോയെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ആണോ? എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം ആരെ പോലെ ആയിത്തീരുക? ഈശോയെ പോലെ ആയിത്തീരുക. അതാണ് നമുക്ക് ഇട്ടിരിക്കുന്ന വിളി. പൗലോസ് തെസ്സലോനിക്കക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച വിളി അനുസരിച്ച് ജീവിക്കുക. എന്തിലേക്കുള്ള വിളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ദൈവവിളി കിട്ടിയിട്ടുണ്ടോ? അച്ഛന് മാത്രമേ കിട്ടിയിട്ടല്ലോ? അല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തൊക്കെ ദൈവവിളി കിട്ടിയിട്ടുണ്ട്? വിളി, മുറവിളി, കൂട്ടനിലവിളി, ആർപ്പുവിളി ആണോ? അല്ല, പലതരത്തിലുള്ള ദൈവവിളികൾ നമുക്കറിയാം. ഒന്ന് മനുഷ്യരായിരിക്കാനുള്ള ഒരു വിളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വല്ല അട്ടയും പഴുതാരയും പൂച്ചയൊക്കെ ആയിട്ട് വിളി കിട്ടിയെങ്കിൽ തീർന്നു തന്നെ പണി. ഇപ്പോഴേ ജീവിതം ഇങ്ങനെയാണ്. ആ മനുഷ്യർക്കിടയിൽ ക്രൈസ്തവ സഭയുടെ ഭാഗമായ മാമോദീസ മുങ്ങി കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളാവാനുള്ളൊരു വിളി നമുക്ക് കിട്ടി. ആ ക്രിസ്ത്യാനികൾക്കിടയിൽ നമുക്ക് പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി കുടുംബജീവിതത്തിലേക്കുള്ള വിളി, പൗരോഹിത്യത്തിലേക്ക്, സന്യസ്ത ജീവിതത്തിലേക്ക്, ഏകസ്വ ജീവിതത്തിലേക്കുള്ള വിളികളൊക്കെ കിട്ടി. ഉണ്ടോ? ദൈവവിളി ഉണ്ടോ? ഉണ്ട്. കുടുംബജീവിതം നയിക്കാൻ വിളി കിട്ടിയവരൊക്കെ ഒന്ന് കൈയ്യർത്തിക്ക്. ഒങ്ങുന്നില്ലല്ലോ. വൈദാത്തി വൈദിക ജീവിതം കിട്ടിയവര് ആരുമില്ലേ? ഇനിയുണ്ട്, വരാനിരിക്കുന്ന ഈ കൈപൊക്കിയവരിൽ കുറെ പേര് അങ്ങനെയാണ്. സന്യസ്ത ജീവിതമൊക്കെ നയിക്കുന്നവർ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. ഏകസ്വ ജീവിതമൊക്കെ അതിന് വിളി കിട്ടിയവർ. ഈ തേപ്പ് കിട്ടിയിട്ട് സിംഗിൾ പ്രസംഗം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ല കേട്ടോ, അത് തേപ്പ് കിട്ടിയതാണ്. അതല്ല ഏകസ്വ ജീവിതം. ഈശോയ്ക്ക് വേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ജീവിതം. സോ പലതരത്തിലുള്ള ഈ ദൈവവിളികളുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിളിയായിട്ട് പൗലോസ്ലീഹായും പത്രോസ്ലീഹായും ഒക്കെ തങ്ങളുടെ ലേഖനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ച ഒരാളുണ്ട്. ആരാണ്? മനുഷ്യനാവാനും, ക്രിസ്ത്യാനി ആവാനും, വൈദികനാവാനും, സന്യസ്തനാവാനും, ഒരു കുടുംബജീവിതം നയിക്കാനും നിങ്ങളെ വിളിച്ച ഒരാളുണ്ട്. ആര്? ഈശോ. കൃത്യമായിട്ട് ഇങ്ങനെ വചനം പറഞ്ഞു തരാണ്, നിങ്ങളെ വിളിച്ചവൻ എന്തായിരിക്കുന്നു അതുപോലെ നിങ്ങളായിരിക്കുക. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനാണ്, അതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. നമ്മുടെ ദൈവവിളി, യു ബിക്കം എ പ്രീസ്റ്റ്, യു ബിക്കം എ സിസ്റ്റർ. നിങ്ങളൊരു കുടുംബജീവിതം നയിച്ചോ, നിങ്ങൾ എന്ത് തന്നെ ആയിക്കോ, നമ്മുടെ പരമമായ അടിസ്ഥാനമിട്ട വിളി ഇതാണ്, വിശുദ്ധിയിലേക്കുള്ള വിളി, പരിശുദ്ധിയിലേക്കുള്ള വിളി. ആരെ പോലെ? അന്തോണീസ് ഉണ്ണിയാനെ പോലെ, അൽഫോൻസാമയെ പോലെ, പൗലോസ്ലീഹയെ പോലെ ആണോ? അല്ല, അവരല്ല നമ്മളെ വിളിച്ചത്. ആരെ പോലെ പരിശുദ്ധരാവുക? ഈശോ. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ക്രിസ്തുമതം എന്ന് പറയുന്ന അത്ര ഈസി ആയൊരു മതമൊന്നും അല്ല. നമ്മളിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ, കുറെ റൂൾസ്, കുറെ റെഗുലേഷൻസ്, ഇതെല്ലാം ഇതിൻ്റെ ഒരു സൗന്ദര്യത്തിന്, ഇതിൻ്റെ ഒരു ആരാധനക്രമത്തിന്, ഏറ്റവും ബ്യൂട്ടിക്ക് വേണ്ടി എല്ലാം ആവശ്യമാണ്. എല്ലാം വേണം. നമ്മുടെ ഈ കെട്ടിടങ്ങൾ നമുക്ക് വേണം, നമ്മുടെ ആരാധന ചാപ്പലുകൾ നമുക്ക് വേണം, നമ്മുടെ ആരാധന ക്രമങ്ങൾ, നമ്മുടെ നേതൃത്വങ്ങൾ, നമ്മുടെ മെത്രാന്മാർ, നമ്മുടെ കർദിനാൾമാർ, മാർപ്പാപ്പ, നമ്മുടെ സഭയുടെ വിശ്വാസങ്ങൾ, കൂദാശ അനുകരണങ്ങൾ എല്ലാം നമുക്ക് വേണം. ഇതെല്ലാം നമ്മളെ എങ്ങോട്ടാണ് എത്തിക്കേണ്ടത്? ഈശോയിലേക്ക്, ഈശോയെ പോലെ ആയിത്തീരുക എന്നുള്ളത്. ഈ മതം അത്ര എളുപ്പമുള്ള മതമല്ല. കിട്ടുന്നുണ്ടോ? ഇത്ര റൂൾസ് അനുസരിച്ചു നീ സ്വർഗത്തിലെത്തും എന്ന് പറയുന്നൊരു മതമല്ല ക്രിസ്തുമതം. ഈ പുസ്തകം മുഴുവനായിട്ട് നീ കാണാപ്പാടം പഠിച്ചു, ഇത് പകർത്തി എഴുതി സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞു തരുന്നൊരു മതമല്ല ഇത്. 1000 പ്രസംഗവേദികളിൽ ഇങ്ങനെ തൊണ്ട പൊട്ടി സുവിശേഷം പ്രഘോഷിച്ചു നീ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞു തരുന്നൊരു മതമല്ല ഇത്.
നീ ജപമാല താഴെ വെക്കാതെ ചെല്ലി, നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ചു, നീ നന്നായിട്ട് കുമ്പസാരിച്ചു, കൂദാശ അനുകരണങ്ങൾ പൂർത്തിയാക്കി, എന്നിട്ട് നീ സ്വർഗത്തിലെത്തും എന്ന് പറയുന്ന ഒരു മതവുമല്ല. തെറ്റിദ്ധരിക്കരുത്. എങ്ങനെ പറഞ്ഞു തരുന്ന ഒരു മതമല്ല ഈ ക്രിസ്തു മതം. ക്രിസ്തു കാണിച്ചെന്ന മാർഗം ഇതാണ്: നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക, എന്നാലേ പറ്റുള്ളൂ. ഈസിയാണോ? ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അത് ഈസി അല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചത്. അവിടുന്ന് തൻ്റെ കൃപയും കാരുണ്യവും സമാധാനവും നമുക്ക് തരുന്നു. എന്തിനു വേണ്ടി? കടം മാറാനല്ല, രോഗം മാറാനല്ല. എന്തിന്? നിത്യജീവൻ നിനക്ക് സൗജന്യമായി തരാൻ വേണ്ടി. പലതരോടത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സൗരങ്ങളെ, പൗലോസ്ലീഹ ഇങ്ങനെ ആ ഒരു യാത്രയിലേക്ക് ഈശോയെ പോലെ ആയിത്തീരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് വചനഭാഗങ്ങളുണ്ട്. പൗലോസ്ലീഹ തൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ, നല്ല ശ്രദ്ധയോടെ ഇരിക്കണേ, ഒന്ന് നിവർന്നിരിക്കാമോ? ഉഷാറായിട്ട് നിവർന്നിട്ട്. മിടുക്കരാണ് നിങ്ങൾ കേട്ടോ, മിടുക്കരാണ് അല്ലേ? ഞാൻ നുണ പറയുമ്പോഴെങ്കിലും ചിരിക്കൂ. നിങ്ങൾ മിടുക്കരാണ്. നിവർന്നിരുന്ന്. പുറകിലിരിക്കുന്നവരാണ്, എനിക്ക് കാണുന്നില്ല. രണ്ട് കരങ്ങളും നിവർത്തി ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ഒരു വളർച്ചയെക്കുറിച്ച് തൻ്റെ പല ലേഖനങ്ങളിലൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോ അടരുകളായിട്ട് പറഞ്ഞു തരുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചുള്ള വചനഭാഗമാണ്, ബൈബിൾ എടുക്കണമെന്നില്ല, അറിയാവുന്ന ഒരു വചനഭാഗമാണ്. പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്: എൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുകയാണ്, ഒരു യുദ്ധം. വളരെ വിശുദ്ധനായ മനുഷ്യനായ പൗലോസ്ലീഹ പറയാണ്, ഞാനൊരു ദുർഭകനായ മനുഷ്യനാണ്, ഞാനൊരു അകാല ജാതനാണെന്നൊക്കെ പല എഴുത്തുകളിലൊക്കെ പറയുന്നുണ്ട്. ഒരിടത്ത് വെച്ച് ഈ റോമ 7 ഇങ്ങനെ പൗലോസ്ലീഹ പറയാണ്, എൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഒരു യുദ്ധം. എന്താണ് ആ യുദ്ധം? എനിക്ക് നന്മ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. തിന്മ ഒഴിവാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. കുറച്ചുകൂടെ കട്ടി കൂട്ടി പൗലോസ്ലീഹ പറയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നുമില്ല, ഞാൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന തിന്മ അത് തന്നെ ഞാൻ ചെയ്തു പോകുന്നു. ഈ ലേഖനം എഴുതിയത് പൗലോസ്ലീഹ അല്ല, നമ്മളാണ്. ശരിയാണോ? ഇത് നമ്മുടെ എഴുത്താണ്. നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ഈ തല്ലിപ്പൊളിത്തരങ്ങളൊക്കെ ഒഴിവാക്കി വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തോ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അത് തന്നെ പിന്നെയും ചെയ്തു പോകും അവസ്ഥ. പൗലോസ്ലീഹ ഒരു ആശ്വാസം പോലെ, ഒരു പ്രത്യാശ പോലെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു യുദ്ധം എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ യുദ്ധത്തിന് കാരണം, ഞാൻ ഇങ്ങനെ പാപം ചെയ്തു പോകാൻ കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപമാണ്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന തിന്മയാണ്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപാവസ്ഥയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്താൻ, ഞാൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട്: ഞാനൊരു പാപിയാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുന്നില്ല, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാനൊരു പാപിയാണ്. വലതുകൈ നല്ല അഭിമാനത്തോടെ പറ, ഞാനൊരു പാപിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അല്ലേ, ഞാനും നമ്മളെല്ലാവരും പാപിയാണ്. ഇതൊരു കുറ്റബോധത്തിന് വേണ്ടിയിട്ടല്ല, ഒരു പാപബോധത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പാപബോധം ഉള്ളവനെ കർത്താവിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അങ്ങനെ ഒരുത്തനെ കുമ്പസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുത്തനെ ധ്യാനം കൂടി ഒന്ന് മാറണം എന്ന് ആഗ്രഹമുള്ളൂ. പാപമില്ലാന്ന് തോന്നിയാൽ പിന്നെ വല്ല രക്ഷയുണ്ടോ? ഇല്ല. ഞാൻ മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞ് നടക്കുന്നവനെ നന്നാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. വിശുദ്ധനാണ്. ദൈവമായിട്ടൊക്കെ ഇങ്ങനെ ചില ആൾക്കാർക്ക് കുമ്പസാരം ഒന്നും വേണ്ടാതെ ഇങ്ങനെ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ കാണും അങ്ങനത്തെ ഒരെണ്ണം. ഞങ്ങളെപ്പോഴും കർത്താവിൻ്റെ കൂടെയാണ്. നിങ്ങളെപ്പോലെ ഇങ്ങനെ അച്ഛന്മാരുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ നിങ്ങളുടെ ധ്യാനക്കുറുക്കന്മാരുടെ കൂടെ നടക്കേണ്ട കാര്യമില്ല, ധ്യാനകേന്ദ്രത്തിൽ കർത്താവായിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. എനിക്കൊന്ന് അഡ്രസ്സ് തരണം കേട്ടോ. ഇനി എങ്ങാനും ഈശോയെ കാണാണ്ട് പോയാൽ അവരോട് ചോദിച്ചാൽ മതിയല്ലോ, അല്ലേ? ഞങ്ങളെപ്പോഴും ദൈവത്തിൻ്റെ കൂടെയാണ് അവർ പറയുന്നത്. പിന്നെ കർത്താവിനൊന്നും കാണുന്നില്ലെങ്കിൽ നമുക്ക് അവരോട് പോയി ചോദിച്ചാൽ മതി. വലിയ ടീംസാണ്. പോട്ടെ, സ്തുതിയായിരിക്കട്ടെ അവർക്ക്. അപ്പോൾ നമുക്കൊരു വലിയ ബോധ്യം ഉള്ളിൽ ആദ്യം തരണം, ഞാനൊരു പാപിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഒരു ബോധത്തിൽ നിന്നേ നമുക്ക് കയറി വരാൻ പറ്റുള്ളൂ. അടുത്തിരിക്കുന്ന കൈപ്പിടി മുറുക്കി പിടിച്ചിട്ട് പറ, നീ ഒരു പാപിയാണ്. പറഞ്ഞേ. അയ്യോ, അത്ര സ്നേഹത്തോടെ ഒന്നും പറയണ്ട, നല്ല കാര്യമൊന്നും അല്ലേ പറയുന്നത്. ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറ, നീ ഒരു പാപിയാണ്. അടുത്തിരിക്കുന്ന ഉറങ്ങുന്ന ആ വ്യക്തിയെ, ഉറക്കം തൂങ്ങിപ്പോകുമെന്ന് തോന്നുന്ന വ്യക്തിയെ, നീ ഇനി ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് കൈ നന്നായിട്ട് പിടിച്ച് കുലുക്കിക്കൊണ്ട് പറ, നീ ഒരു പാപിയാണ്. പറ. അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്നതുകൊണ്ട് പാപിയായതല്ല, അല്ലേലും നീ പാപിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ നോക്കിയിട്ടും കൂടെ പറ, ഹല്ലേലൂയ അല്ല, അച്ഛനൊരു ഇങ്ങനത്തെ ഒരു ടീമുകളെ ആദ്യമായിട്ട് കാണും. ഇങ്ങനെയൊക്കെ പറയാമോ? ഇങ്ങനെയൊക്കെ പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. പക്ഷെ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നാൽ മതിയോ? ലക്ഷ്യം എന്താണ്? സ്വർഗരാജ്യം, നിത്യജീവൻ, ഈശോയെ പോലെ ആയിത്തീരുക. ഇപ്പം ഈശോയെ പോലെ ആണോ? അല്ല, ഇപ്പം ഞാനൊരു പാപിയാണ്.
രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്, ഓക്കെ ഞാനൊരു പാപിയാണ്, പക്ഷേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ലക്ഷ്യം നേരത്തെ നമ്മൾ വായിച്ചു, നേരത്തെ നമ്മൾ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം ഈശോയെ പോലെ ആയിത്തീരുക, അവനിൽ ഒന്നായി തീരുക, അവനോടുകൂടെ ഒന്നായി കാണപ്പെടുക. 3-ാമത്തെ അധ്യായം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് ഇങ്ങനെ പറയും, ഞാനിത് നേടിക്കഴിഞ്ഞെന്നോ അവിടം വരെ എത്തിപ്പെട്ടെന്നോ അർത്ഥമില്ല. ഇത് കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ തീവ്രമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാണ്. ഇത് കിട്ടാൻ വേണ്ടി ഈശോയെ പോലെ ആയിത്തീരാനുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ തീവ്രമായിട്ട് പരിശ്രമിക്കുകയാണ്, എത്തിയിട്ടില്ല. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ്, എന്നാൽ ഞാൻ ഇതുവരെ ഇത് സ്വന്തമാക്കിയെന്ന് ഞാൻ കരുതുന്നില്ലെങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ഭൂമിയിലെ ചില സങ്കടങ്ങളിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരുപക്ഷെ ആത്മീയമായ ചില കുറവുകൾ, പാപത്തിലാണ്, തിരിച്ചു കയറി വരാൻ പറ്റുന്നില്ല, വിശുദ്ധ ജീവിതം പറ്റുന്നില്ല, ഈ സ്വർഗത്തിലെത്തുന്ന ഒരുറപ്പും ഇല്ലാത്തൊരു ജീവിതമാണെങ്കിലും നമുക്കിപ്പോൾ ഒരു ആത്മവിശ്വാസം തരേണ്ടത്, നമുക്കൊരു പ്രത്യാശയായിട്ട് ഈശോ തരുന്ന ഇതാണ്, ശരി നീ പാപിയാണ്, നീ അത് അംഗീകരിച്ചല്ലോ, നീ ഒരു പാപിയാണ്, നിനക്ക് എൻ്റെ കൃപ ഞാൻ തരും. ആ കൃപയുടെ ആദ്യത്തെ അടയാളം, നിന്നെ എൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഫിലിപ്പി 3:12-13 വാക്യങ്ങളിലെ പൗലോസ്ലീഹയുടെ ആ വാക്ക് കടം കൊണ്ട് പറയാണ്, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. ഈ ഞാൻ പാപിയാണ്, എന്നാൽ ഈ പാപി ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തം. ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്ന കയ്യപ്പിടി പറ, കണ്ണിൽ നോക്കി നല്ല ബോധ്യത്തോടെ പറ, ഈശോ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ആരോടാ ഇത് പറഞ്ഞേ? ആരോടാ ഇത് പറഞ്ഞേ? ഈശോയോടോ? അടുത്തിരിക്കുന്നവരോടല്ല, അടുത്തിരിക്കുന്ന പാപിയോട്. ഓക്കെ, അടുത്തിരിക്കുന്നത് പാപിയാണ്, നിങ്ങളും പാപി, ഞാനും പാപിയാണ്. പക്ഷേ ഈ പാപിയെ ആര് സ്വന്തമാക്കിയിരിക്കുന്നു? ഈശോ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ മറക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കഴിഞ്ഞ കാലം, ഇതെല്ലാം പറഞ്ഞ് ആളുകൾ ബുദ്ധിമുട്ടിച്ചാൽ, എനിക്ക് തന്നെ എന്നോടൊരു ആത്മാഭിമാനം കുറഞ്ഞു പോയാൽ, എനിക്ക് തിരിച്ചു കയറി വരാനുള്ള ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്, ഞാൻ അത്രയും പാപം ചെയ്തിട്ടും, ഞാൻ അത്രയും ഈശോയിൽ നകന്നു പോയിട്ടും, എല്ലാ കാലത്തേക്കും വിശ്വസ്തനായ എൻ്റെ ദൈവം, എൻ്റെ ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ചുമ്മാ സ്വന്തമാക്കിയതല്ല, കാൽവരിയിൽ കുരിശിൽ രക്തം ചിന്തി സ്വന്തം ജീവൻ ബലി കഴിച്ച് ഈ പാപിയെ എൻ്റെ ഈശോ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയും, നിങ്ങൾ ഏറ്റവും നീറ്റായിരുന്നപ്പോഴോ, നിങ്ങൾ ഏറ്റവും മിടുക്കന്മാരായിരുന്നപ്പോഴോ, നിങ്ങൾ ഈ സമൂഹത്തിൽ ഏറ്റവും മാന്യന്മാരായിരുന്നപ്പോഴോ അല്ലടാ ഈശോ സ്വന്തമാക്കിയത്. നീ ദുഷ്ടനായിരിക്കെ, നീ ശത്രുവായിരിക്കെ, നീ ഇങ്ങനെ പാപിയായിരിക്കെ, നിനക്ക് വേണ്ടി ഒരാൾ മരിച്ചു, ഈശോ. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഞാൻ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടോ, ഞാൻ ഏറ്റവും വിശുദ്ധിയിൽ ജീവിച്ചത് കൊണ്ടോ, ഞാൻ ഏറ്റവും നീതിമാനായതുകൊണ്ടോ ആ സമയത്തല്ല ഈശോ എന്നെ സ്വന്തമാക്കിയത്. ഞാൻ ഏറ്റവും പാപിയായിരുന്നപ്പോൾ, ഞാനൊരു ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ പാപങ്ങൾ ആവർത്തിച്ച് ചെയ്തപ്പോൾ തൻ്റെ വലിയ കരുണയും കൃപയും ചൊരിഞ്ഞ് ഈ പാപിയെ യേശു ക്രിസ്തു സ്വന്തമാക്കിയിരിക്കുന്നു. വലതുരോർത്തി വലിയൊരു സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതൊരു സന്തോഷമല്ലേ? ആണോ? ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറി. ആദ്യത്തെ പാപിയാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും കൈപൊക്കിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഈശോയുടെ സ്വന്തമാണെന്ന് ബോധമുള്ളവരെന്ന് കയർത്താവും. ഈശോയുടെ സ്വന്തമാണ് ഞാൻ. പാപിയൊക്കെയാണ്, പക്ഷെ ഞാൻ ഈശോയുടെ സ്വന്തമാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ആ, പരിചയപ്പെടുന്നത് നല്ലതാണ്. ഇപ്പം പുള്ളിക്ക് വലിയ പണിയൊന്നുമില്ല. മനുഷ്യന്മാർ ആവശ്യത്തിന് പണി ഒപ്പിക്കുന്നതുകൊണ്ട് നരകത്തിൽ പുള്ളി ഇങ്ങനെ കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് ആൾക്കാരെ അവിടെ വെച്ചിട്ടുണ്ട്, റെസ്റ്റ് എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ചില സമയത്ത്. ഇപ്പം ചില സമയത്തൊക്കെ എനിക്ക് അങ്ങനെ തോന്നാറ്, ഈ പിശാച് വന്ന് പ്രലോഭിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പത്രോസിലേക്ക് പറയുന്നില്ലേ, അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി ചുറ്റി നടക്കാണ്. പിശാചിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യം കാണുന്ന ഒരു അഭിസംബോധന ഇങ്ങനെയാണ്. ഉൽപ്പത്തി 3, അവൻ കൗശലക്കാരനാണ്. കൗശലക്കാരൻ ഭയങ്കര ടെക്നിക്കുകൾ ഉപയോഗിക്കും. നല്ല ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടേ കാര്യങ്ങൾ, കുരുട്ടുബുദ്ധി ഉപയോഗിച്ചുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പോൾ പിശാചിൻ്റെ കുരുട്ടുബുദ്ധി ഇങ്ങനെയാണ്. അന്ന് പത്രോസിലെയും പൗലോസിലെയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെ ഒന്ന് പ്രലോഭിപ്പിക്കണമെങ്കിൽ സിംഹത്തെ പോലെ അലറി നടക്കണം. ഇപ്പം പിശാചിനറിയാം ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ലെന്ന്. ഒരു മൂളിപ്പാട്ട് പാടിയാൽ നമ്മൾ താഴെ പോകുന്നു, പിശാചിനറിയും. എൻ്റെ പുള്ളി വലിയ പണിയൊന്നും എടുക്കില്ല, പക്ഷേ പുള്ളി പാടുന്ന മൂളിപ്പാട്ട് ശ്രദ്ധിച്ച് ഇരിക്കണം. എന്താണെന്നറിയോ? പലതരത്തിൽ പ്രലോഭനങ്ങൾ നമുക്ക് വരാറുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഓരോന്ന് പറ. അല്ല പറയണ്ട, പിന്നെ പറഞ്ഞാൽ. പലതരത്തിൽ പ്രലോഭിപ്പിക്കാറുണ്ട്, പലതരത്തിൽ. ഇപ്പം നമ്മൾ വിചാരിക്കും, ഓക്കെ എനിക്ക് ലഹരി ഉപയോഗിക്കാനുള്ള ഒരു പ്രലോഭനം, അതാണ് ഏറ്റവും വലിയ പ്രലോഭനം. എൻ്റെ ശരീരത്തെ മിസ്യൂസ് ചെയ്യാനുള്ളതാണ് ഏറ്റവും വലിയ പ്രലോഭനം.
എനിക്കൊരാളെ തല്ലണം എന്നുള്ളത്, എനിക്കൊരാളെ ദേഷ്യപ്പെടണം എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ പ്രലോഭനം. എനിക്ക് മോഷ്ടിക്കണം, ഇതാണ് ഏറ്റവും വലിയ പ്രലോഭനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അലറുന്ന സിംഹത്തെ പോലെയുള്ള ചില പ്രലോഭനങ്ങളാണ്. എന്നാൽ ഈ മൂളിപ്പാട്ട് പോലെ സിമ്പിളായിട്ട് വന്ന് നമ്മളെ അട്ട പടലം തകർത്ത് കളയുന്ന പിശാചിൻ്റെ ഒരു പ്രലോഭനമുണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നില്ലെങ്കിൽ നമ്മൾ വീണു പോകും, നമുക്ക് എഴുന്നേറ്റ് വരാൻ പറ്റാത്ത അവസ്ഥയാവും. അതെന്താണെന്നറിയോ? ഇപ്പം നമ്മളൊരു ധ്യാനം കൂടുന്നു, നമ്മളൊരു കൺവെൻഷൻ കൂടുന്നു, നമ്മളൊന്ന് കുമ്പസാരിക്കുന്നു, നമ്മൾ വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ കുമ്പസാരം കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന സമയത്ത് ഈ തിന്മ തരുന്ന ഒരു കുഞ്ഞു മൂളിപ്പാട്ട് പ്രലോഭനമുണ്ട്. ആ മൂളിപ്പാട്ട് എന്നാണെന്നറിയോ? അവൻ നിന്നോട് നിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. കിട്ടുന്നുണ്ടോ? ഇപ്പം നിങ്ങളൊരു ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു, നിങ്ങൾ ഈ കൺവെൻഷൻ പന്തലിൽ വെച്ചൊരു തീരുമാനം എടുക്കുകയാണ്, കർത്താവേ ഇനി ഈ തല്ലിപ്പൊളിത്തരങ്ങളൊന്നും വേണ്ട, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ പോവാം, പ്രാർത്ഥിക്കാൻ പോവാണ്, നന്മ ചെയ്യാൻ പോവാണ്. നിങ്ങളൊന്ന് കുമ്പസാരിച്ച് അടിച്ച് നനച്ച് കഴുകി കുളിച്ച് കയറി. പക്ഷേ ഈ കൺവെൻഷൻ പന്തലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ പോയി കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊന്ത കയ്യിലെടുക്കുന്നു, ബൈബിൾ കയ്യിലെടുക്കുന്നു, നിങ്ങൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേനും ഈ മൂളിപ്പാട്ട് കേൾക്കും. ആ മൂളിപ്പാട്ട് എന്താണ്? എന്നാലും ഇതൊക്കെ ചെയ്താൽ അല്ലേ, നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ, പ്രാർത്ഥിച്ചു കുമ്പസാരിച്ചു, ഓക്കെ, പക്ഷെ അന്ന് ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ. നമ്മൾ എന്തായാലും മറന്നു പോകില്ല, ഇല്ലേ? നമ്മൾ ചെയ്ത പാപങ്ങളൊന്നും അത്ര പെട്ടെന്ന് നമ്മൾ മറന്നു പോയില്ല. അത് ആവർത്തിച്ച് ചെയ്താണെങ്കിൽ ആ പാപത്തിൽ നിന്നൊരു വലിയ സുഖം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ പാപം ചിലപ്പോൾ മറന്നു പോയില്ല. ഈ പിശാച് നമ്മളെ വന്ന് പ്രലോഭിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രലോഭനം ഈ കാലഘട്ടത്തിൽ ഒന്ന് ഇതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവ മൂളിപ്പാട്ട് പാടി നിങ്ങളുടെ പുറകെ നടക്കും. എന്ത്? നിന്റെ പാസ്റ്റ്, നിന്റെ കഴിഞ്ഞ കാലം പറഞ്ഞ് നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. നീ അത് ചെയ്തതല്ലേ, പിന്നെ ഇവിടെ കിടന്ന് നീ ഹല്ലേലൂയ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ പതുക്കെ എന്ത് ചെയ്യും? അച്ഛൻ ഹല്ലേലൂയ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ കൈ പൊക്കാഞ്ഞിട്ടല്ല, പിശാച് ഇങ്ങനെ പ്രലോഭനം തരും. കാരണം അങ്ങനെ വലിയ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം, കാരണം നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം കടപ്പില്ലേ. ഈശോ തന്ന കരുണയെ, ഈശോ കാണിച്ച കരുണയെ, കൃപയൊക്കെ തള്ളിപ്പറയുന്ന, സംശയിക്കുന്ന പോലത്തെ സമയങ്ങൾ വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചിരുന്നേ. അങ്ങനെ പിശാച് നിങ്ങളോട് ഒരു കുമ്പസാരം കഴിഞ്ഞ്, ഒരു ധ്യാനം കഴിഞ്ഞ്, ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ജീവിതം ഒന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാമെന്ന് തീരുമാനിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഈ മൂളിപ്പാട്ട് പോലെയുള്ള പ്രലോഭനം, നിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള പ്രലോഭനം കൊണ്ട് വരുമ്പോൾ അവനെ ചെറുക്കേണ്ടത് ഒറ്റ കാര്യം കൊണ്ടാണ്. ഇഫ് ഹി ഈസ് ഫ്രൈറ്റനിങ് you with your past, you should frighten him with your future. അവൻ നിന്റെ പഴയ കാലം കാണിച്ച് നിന്നെ പേടിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഈശോ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭാവി കാലം അവനെ കാണിച്ചു കൊടുത്തിട്ട് നീ അവനെ തുരത്തി ഓടിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് പൗലോസ് തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയും, അവൻ എന്നെ സ്വന്തമാക്കി, അതുകൊണ്ട് എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. കാരണം അതിനിടയ്ക്ക് ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കും. കഴിഞ്ഞ കാലത്തിൽ എന്തൊക്കെ സംഭവിച്ചു, പാപങ്ങൾ, കുറവുകൾ, സങ്കടങ്ങൾ, ഒരുപക്ഷെ ഈശോയെ തള്ളിപ്പറഞ്ഞൊരു കുടുംബം ജീവിതമായിരിക്കും നമ്മുടേത്. ഈ കൺവെൻഷൻ പന്തലിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുതായിട്ടടിക്കുന്ന കാറ്റിനെക്കാട്ടും ശക്തിയുള്ള പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഈ സമയം അടിക്കട്ടെ എന്ന് വലിയ ബോധ്യത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പന്തലിൽ വെച്ച് ഈ കൺവെൻഷൻ്റെ ആദ്യത്തെ പകലിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണം, എനിക്കിനി ആ പഴയത് വേണ്ട എന്ന്. ഇത്രയും കാലം ചെയ്തു കൂട്ടാവുന്ന സകല പാപങ്ങളും ചെയ്തു കൂട്ടി ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോവണം. എൻ്റെ ഈ പാപിയെ സ്വന്തമാക്കി ഈശോയുടെ കൂടെ എനിക്ക് നിത്യം വസിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇന്ന് ഈ പന്തലിൽ വെച്ച് ഈ കഴിഞ്ഞ കാലത്തെ ആ പാപത്തെ, തിന്മയെ, ആ കെട്ട കാലത്തെ എറിഞ്ഞ് ദൂരെ കളഞ്ഞ് ഉപേക്ഷിക്കുക. കാരണം നിനക്ക് വേണ്ടി രക്തം ചിന്തി ഈ രക്ഷ നേടിത്തന്ന ഒരാൾ ഇവിടെ ഇപ്പോഴും നിന്റെ അടുത്ത് നിപ്പുണ്ടെന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 1000 കുമ്പസാരങ്ങൾ കഴിഞ്ഞു, 100 കണക്കിന് ധ്യാനങ്ങൾ നമ്മൾ കൂടി ഇന്നും ഒരു മാനസാന്തരം വന്നില്ലെങ്കിൽ, ഒരു താൽക്കാലിക ആത്മീയത, ഒരു ഷോ ഓഫ് സ്പിരിച്വാലിറ്റി ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ചോദ്യം ഇതാണ്, ഇന്ന് രാത്രി മരിച്ചാൽ കൊച്ചെ ഈ ആത്മീയതയും കൊണ്ട് നീ എവിടെ എത്തും? അച്ഛൻ എവിടെ എത്തും? ഇത് ചങ്ക് കീറി മുറിക്കേണ്ടതെന്ന് ഉറക്കം കളയേണ്ട ഒരു ദിവസമാണ്. ഉറക്കം കളയേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയാ. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ പിന്നിലുള്ളതിനെല്ലാം വിസ്മരിച്ചിട്ട് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ പോവാണ്. ആരാണ് മുന്നിൽ? എന്താണ് മുന്നിൽ? ഈശോയാണ്. ഈശോ തരുന്ന നിത്യജീവൻ എന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പൗലോസ് ഇങ്ങനെ ആ ഒരു സ്റ്റേജിൽ നിന്ന് മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ഘട്ടം പൗലോസ് ഇങ്ങനെ ഗലാത്യ 2:20 പറയുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. തുടർന്നുള്ള വാക്യം ഇങ്ങനെ വായിക്കും, എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുകയും ചെയ്ത ഈശോയിൽ, ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഒന്നേറ്റ് പറഞ്ഞേ, എനിക്ക് ജീവിതം ക്രിസ്തുവും
49 പേര് ഉറങ്ങിയിട്ടുണ്ട്. അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കും. പറ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തർ പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് ഇങ്ങനെ പറയാണ്, എൻ്റെ ഇപ്പോഴത്തെ ഈ ജീവിതം, എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. വളർച്ചയുടെ ഒരു 3-ാം ഘട്ടമാണ്. ഞാനൊരു പാപിയാണ്. ആ പാപിയെ എൻ്റെ ഈശോ സ്വന്തമാക്കി. ആ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ കൂടെ ഞാൻ ജീവിക്കുന്നു. ഇതിനിടയ്ക്ക് ഞാൻ മരിച്ചാലും ആ മരണം എനിക്ക് നേട്ടമാണ്. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഗലാത്യർ 2:20 ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. മറ്റൊരു എഴുത്തിൽ ഫിലിപ്പി 1:21 പൗലോസ് ഇങ്ങനെ പറയുക, എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടമാണ്. എന്ന് വെച്ചാൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാനല്ല ജീവിക്കുന്നത്. ആരാണ് ജീവിക്കുന്നത്? ഈശോയാണ് ജീവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു. ഈ മരിച്ച ഒരാൾക്ക് ഇനി ആ കടത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ ഓർത്ത് കരയേണ്ടതില്ല. ആ മരിച്ച ഒരാൾക്ക് അനുഭവിക്കുന്ന സങ്കടങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല. കാരണം ഇപ്പോൾ ഞാൻ മരിച്ചിരിക്കുന്നത് കൊണ്ട്, ജീവിക്കുന്നത് ഈശോ ആയതുകൊണ്ട് ആ കടം എൻ്റെതല്ല, ഈശോയുടേതാണ്. ആ പ്രശ്നം എൻ്റെതല്ല, ഈശോയുടേതാണ്. ഈ രോഗം എൻ്റെതല്ല, ഈശോയുടേതാണ്. ഈശോ അത് നോക്കും, ഈശോ അത് സൗഖ്യപ്പെടുത്തും, ഈശോ അതിന് ഉത്തരം തരും. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ചാടി എഴുന്നേറ്റ് പതുക്കെ എഴുന്നേക്കാവോ? പതുക്കെ എഴുന്നേറ്റ് ചാടി എഴുന്നേക്കണ്ട, പതുക്കെ